ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് ആണ്. മാത്തമാറ്റിക്സിൽ ഓപ്പറേഷൻ എന്നുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അല്ലേ? ഈ നാല് ഓപ്പറേഷൻസ് എങ്ങനെയാണ് റിയൽ നമ്പേഴ്സിൽ വർക്ക് ആവുന്നത്? അതായത് റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറിൻ്റെ റാഷണൽ നമ്പർ തന്നെ ആയിരിക്കുമോ അതോ ഇറാഷണൽ നമ്പർ ആയിരിക്കുമോ? ഇനി ഇതേ കേസ് ഇറാഷണൽ നമ്പറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും, അതായത് 1/2, 3/2 ഒക്കെ എന്നുള്ള ഫോമിലുള്ള ഏത് റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിനോമിനേറ്റർ 0 വരാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ 1/2 + 3/2 എന്ന് പറയുന്നത് എന്താണ്? 4/2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2. റാഷണൽ നമ്പറാണ് അല്ലേ? ഇനി ഞാൻ 1/2 സബ്ട്രാക്ട് ചെയ്യാണ് 3/2, വിച്ച് ഇസ് ഈക്വൽ ടു 1 - 3/2 വരും. കാരണം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഈക്വൽ ടു -2/2 is equal to -1 എന്ന് വരും. അഗെയിൻ റാഷണൽ നമ്പർ തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1/2 × 3/2 is equal to 3/4. റാഷണൽ നമ്പർ തന്നെയാണല്ലോ. ഇനി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 3/2 is equal to 1/2 × 2/3 അല്ലേ? നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, സോ 2 ക്യാൻസൽ ആയിപ്പോയി, ആൻസർ 1/3 എന്ന് വരും. അപ്പോൾ ഏത് രണ്ട് റിയൽ നമ്പേഴ്സിലെ ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കേസ് 0 വെച്ച് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് ഈ 4 ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സിൽ ഈ ഓപ്പറേഷൻസ് നമ്മളെ ഒരു റാഷണൽ നമ്പറിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇനി ഞാൻ 2 ഇറാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണ്. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? 2 ഇറാഷണൽ നമ്പേഴ്സ് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റാഷണൽ ആയിരിക്കും ഇറാഷണൽ ആയിരിക്കും? ഏത് 2 ഇറാഷണൽ നമ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ ഇറാഷണൽ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കുകയാണ്. √6 പ്ലസ് -√6. √6 -√6 എന്ന 2 ഇറാഷണൽ നമ്പേഴ്സ് എടുത്തു. ഇത് ഞാൻ ആഡ് ചെയ്തു. എന്ത് വരും? √6 -√6 വരും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 0. 0 ഇറാഷണൽ ആണോ? അല്ല, റാഷണൽ നമ്പറാണ് അല്ലേ? ഓക്കെ, ഇനി വേറൊരു നമ്പർ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് 2 നമ്പേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. √2 -√2. ഞാൻ സെയിം നമ്പർ ഞാൻ എടുത്തിട്ടുള്ളത്. എന്താ ആൻസർ വരിക? 0 തന്നെയാണ്. ഇതും എന്തല്ല, ഇറാഷണൽ അല്ല. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 നമ്പേഴ്സും ഇറാഷണൽ ആയിരുന്നു. അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ √5 × √5 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, √5 × √5 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ് അല്ലേ? √a × √a which is equal to √a × a എന്ന് വരും. ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? a എന്നാക്കിയിട്ട് എഴുതാം. നമ്മൾ 8th പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ 2 ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഞാൻ വേറെ √17 ഡിവൈഡഡ് ബൈ √17 ഞാൻ 2 റാഷണൽ നമ്പേഴ്സിൻ്റെ കോഷ്യൻ്റ് കണ്ടു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. എന്താ പറഞ്ഞാൽ? √17 ഡിവൈഡഡ് ബൈ √17. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം സംഭവമാണ് വന്നിട്ടുള്ളത് അല്ലേ? സോ എനിക്ക് ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ ഈ കേസിൽ ഞാൻ എടുത്ത ഈ 4 എക്സാമ്പിൾസിലും 2 നമ്പേഴ്സും എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. പക്ഷേ അതിനെ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പർ എന്താണ്? റാഷണൽ നമ്പറാണ്. സോ 2 ഇറാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് കരുതി അവയുടെ പ്രൊഡക്റ്റും സമ്മും അതുപോലെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇറാഷണൽ തന്നെ ആകണം എന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൗണ്ടർ എക്സാമ്പിൾസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 2 റാഷണൽ നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മറ്റൊരു റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇറാഷണൽ നമ്പർ ആണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഇറാഷണൽ നമ്പർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് റാഷണൽ നമ്പേഴ്സും കിട്ടാം.
ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റാഷണൽ നമ്പറും അതുപോലെ ഒരു ഇറാഷണൽ നമ്പറും. ഇതിനെ രണ്ടിനെയും കൂടി ഓപ്പറേറ്റ് ചെയ്താൽ എന്തായിരിക്കും? റാഷണൽ ആയിരിക്കുമോ ഇറാഷണൽ ആയിരിക്കുമോ? ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് ചെക്ക് ചെയ്യാൻ പോവാണ്. എടുക്കുന്നത് 7 × √5, അതുപോലെ 7 ഡിവൈഡഡ് ബൈ √5, നെക്സ്റ്റ് √2 + 21, അതുപോലെ π-2. √5 √2 അതുപോലെ π എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. അതുപോലെ 7 21 2 എന്നൊക്കെ പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇവയുടെ വാല്യൂസ് എന്തായിരിക്കും എന്ന് നോക്കാം. ഞാൻ ആദ്യം √5 √2 π എന്നിവയുടെയൊക്കെ വാല്യൂസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്, നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള വാല്യൂസാണ് ആക്ച്വലി ഇതിനുള്ളത്. പക്ഷേ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു പിക്സൽ വാല്യൂ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ കുറച്ച് നമ്പേഴ്സ് √2 √3 √5 √7 അതുപോലെ π ഇവയുടെയൊക്കെ വാല്യൂസ് ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ് പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനൊക്കെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എടുത്തിരുന്നത് 7 √5 ആയിരുന്നു. √5ൻ്റെ വാല്യൂ നമുക്കറിയാം 2.236 ആണ്. സോ 7 × 2.236 ഇതിൽ രണ്ടിനെയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്താണോ അതായിരിക്കും ഇതിൻ്റെ വാല്യൂസ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ 2236 × 7 ചെയ്ത് നോക്കുകയാണ്. 6 × 7 എന്ത് വരും? 42 ആണ് വരിക. സോ റിമൈൻഡർ 4 വരും. 3 × 7 21 + 4 25, 5 റിമൈൻഡർ 2, 2 × 7 14, 14 + 2 16, 6 റിമൈൻഡർ 1, 2 × 7 14 + 1 15 വരും. ഓക്കെ, സോ എത്ര ഡെസിമൽ പോയിൻറ്റ്സ് അവിടെ ഉള്ളത്? 3 ഡെസിമൽ പോയിൻറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് 1 2 3 ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആൻസറായി. സോ 7 × √5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15.652 ആണ്. ഓക്കെ, സോ ഇനി അടുത്ത രണ്ടാമത് നമ്മൾ എടുത്തിരുന്നത് 7/√5 ആണ്. ഇത് 7 നമുക്ക് ഇതുപോലെ ഒരു പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഞാൻ ന്യൂമറേറ്ററിനോടും ഡിനോമിനേറ്ററോടും സെയിം നമ്പറുണ്ട്, അതായത് √5 എന്നുള്ളൊരു നമ്പറുണ്ട്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്റർ എന്തായി? 7 √5 വന്നു. ഡിനോമിനേറ്റർ √5 × √5 5 എന്ന് വന്നു. 7 √5ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 15.652 ആണ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 15.652 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 15652 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 15 ൽ 5 3 ടൈംസ് പോകും. 3 × 5 15, റിമൈൻഡർ 0 വരും. 6 എടുത്തു. 6 ൽ 5 1 ടൈംസ്, 1 × 5 5, റിമൈൻഡർ 1. അപ്പോൾ 5 കൂടെ താഴേക്ക് എടുത്തത് 15 വരും. 15 ൽ 5 എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. 3 × 5 15, റിമൈൻഡർ 0 2 അതുപോലെ എടുത്ത് എഴുതി. ബാക്കി എന്ത് വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ഇവിടെ 0 ഇടേണ്ടി വരും, മേലെ ഒരു പോയിന്റ് ഇടേണ്ടി വരും. 20 ൽ എത്ര ടൈംസ് പോവും? പോയിന്റ് അല്ല, ഓൾറെഡി നമുക്കൊരു പോയിന്റ് അവിടെ ഇട്ടാണ്, അതുകൊണ്ട് പോയിന്റ് അല്ലാതെ 0 ആണ് വരിക. കാരണം ഇവിടെ 15 പോയിന്റ് അല്ല വരുന്നത്. സോ ഇവിടെ ഒരു പോയിന്റ് വരും, 3 പോയിന്റ് വരും. ഓക്കെ, അപ്പം പോയിന്റ് അല്ല 0 ഇടാണ്. 20 ൽ 5 4 ടൈംസ് പോകും. 4 × 5 20, റിമൈൻഡർ 0 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ വരുന്നത് 3.1304 എന്നാണ്. ഇനി ഇതിവിടെ നിൽക്കുമോ? ഇതൊരു ടെർമിനേറ്റിംഗ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയതെങ്കിൽ ആക്ച്വലി ഇത് ടെർമിനേറ്റിംഗ് അല്ല. കാരണം ഈ √3 അതുപോലെ √2 π എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ആയിട്ടുള്ള നമ്പേഴ്സാണ്, ഇറാഷണൽ അല്ലേ. സോ നമുക്കതിൻ്റെ ഈ പ്രൊഡക്റ്റായി കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും, നോൺ റെക്കറിങ് ആയിട്ടുള്ള നമ്പർ. ഇത് കണ്ടാൽ തന്നെ അറിയാം നോൺ റെക്കറിങ് ആണെന്നല്ലേ. ഇത് നോൺ ടെർമിനലും ആയിരിക്കും. ഞാൻ ആദ്യം ഇവിടെ പോയിന്റ് ഇട്ടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വാല്യൂ വെച്ചിട്ടാണെങ്കിലും ആക്ച്വലി ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റെക്കറിങ് ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നതൊക്കെ എന്ത് തന്നെയാണ്? ഇറാഷണൽ ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി നോക്കാം. √2 + 21, √2 + 21 എന്താ നോക്കാം. √2 + 21 = √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.4142 ആണ്, +21 അല്ലേ.
ഇതിവിടെ ടെർമിനേറ്റിംഗ് അല്ല, പോയിന്റ് ആണ്ടുന്നുണ്ട്. 22.4142 വരും. ഓക്കെ, ഇത് തന്നെയാണ് ഇറാഷണൽ നമ്പറാണ്. ഇനി ലാസ്റ്റ് നമ്മൾ എടുത്തിരുന്നത് പൈ -2 ആയിരുന്നു. പൈയുടെ വാല്യൂ 3.1415 ആണ്, -2 ആണ്. സോ 3 - 2 1 വരും, 1.1415 എക്സെട്ര. ഇതും എന്ത് തന്നെയാണ്? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ്, അതായത് ഇറാഷണൽ നമ്പേഴ്സാണ്. സോ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിലെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും കൂടെ ആണ് ഞാൻ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ് അല്ലേ. ഒരു റാഷണൽ നമ്പറിൻ്റെയും ഇറാഷണൽ നമ്പറിൻ്റെയും ഡിഫറൻസ് എടുത്താലും, സം എടുത്താലും, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും, പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാഷണൽ നമ്പേഴ്സ്, രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എടുത്താൽ അവയുടെ ഈ ഓപ്പറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് എപ്പോഴും ഇറാഷണൽ ആവണമെന്നില്ല. റാഷണൽ നമ്പേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞാൻ എടുത്തത് സെയിം ആയിട്ടുള്ള, അതായത് √6 + -√6 പോലെയുള്ള സെയിം നമ്പേഴ്സ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഒരു 2-3 എക്സാമ്പിൾസ് നോക്കാം. 2√2 + 5√3 + √2 - 3√3. ഇതെന്താ വരിക നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാണ്, 2√2 + 5√3 + √2 - 3√3 എന്ന് വരും. ഓക്കെ, ഈ √2 എന്ന ടേംസിനെ ഞാൻ ഒരുമിച്ച് എഴുതാണ്. 2√2 + √2 + 5√3, ഈ നമ്പർ നമുക്ക് ഒരുമിച്ച് എഴുതാം, 5√3 - 3√3 എന്ന് വന്നു. ഈ രണ്ട് ടേംസിൽ നോക്കിയാൽ √2 എന്താണ്? കോമൺ ആണ് അല്ലേ. സോ എനിക്ക് ബ്രാക്കറ്റിന് വെളിയിൽ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ ബാക്കി √2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ഒരു 2 കിടക്കുന്നുണ്ടാവും, പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ടാവും. 2 + 1 × √2 പ്ലസ് ഇവിടെ √3 കോമൺ ആണ് അല്ലേ. സോ ഞാൻ √3 ബ്രാക്കറ്റിൻ്റെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 ഉണ്ടാവും, ഇവിടെ ഒരു -3 ഉണ്ടാവും. ഓക്കെ, 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. സോ 3√2 + 5 - 3 2√3. ഈ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് മറ്റൊരു ഇറാഷണൽ നമ്പറാണ് കിട്ടിയില്ലേ. 3 × √2 എന്ന് പറഞ്ഞ ഇറാഷണൽ ആയിരിക്കും, 2 × √3 ഇറാഷണൽ ആയിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഇതിൻ്റെ സം എന്ന് പറയുന്നതും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. 6√5 × 2√5 എന്ത് വരും? 6 × 2 × √5 × √5. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്, നമുക്കറിയാം. √5 × √5 എന്ന് പറയുന്നത് 5 ആണ്. സോ 12 × 5 = 60. ഇറാഷണൽ ആണോ? അല്ല, ഒരു റാഷണൽ നമ്പറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ റാഷണൽ നമ്പറും വരാം. ഇനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. 8 × √5 / 2√3 എന്തായിരിക്കും നോക്കാം. അതായത് 8√5 / 2√3. ഇവിടെ നമുക്ക് 2-നെയും 8-നെയും ക്യാൻസൽ ചെയ്യാം അല്ലേ. 8 നമുക്ക് എഴുതാം 2 × 4 × √5 / 2√3. ഈ 2-ഉം 2-ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്തേ വരുള്ളൂ? 4 × √5 / √3. ഇത് ഇറാഷണൽ നമ്പർ ആണല്ലോ. സോ ഈ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഡിവിഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മറ്റൊരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസിൽ നിന്ന് മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. The sum or difference of a rational number and an irrational number is irrational. ഓക്കെ, ഒരു റാഷണൽ നമ്പറിൻ്റെ സമ്മ് ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണെന്നാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓർ കോഷ്യന്റ് ഓഫ് എ നോൺ സീറോ റാഷണൽ നമ്പർ വിത്ത് ആൻ ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. നമ്മൾ പറഞ്ഞു ഡിവിഷൻ്റെ കേസിൽ അത് 0 ആവരുത് എന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള ഒരു റാഷണൽ നമ്പറിൻ്റെയും ഒരു ഇറാഷണൽ നമ്പറിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, കോഷ്യന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറാഷണൽ ആണ്. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് വി ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് 2 irrationals, the result may be rational or irrational. അപ്പോൾ ഒരു റാഷണൽ നമ്പർ ഒരു ഇറാഷണൽ നമ്പറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അത് എന്തായാലും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും.
പക്ഷേ രണ്ട് നമ്പേഴ്സും ഇറാഷണൽ ആണെങ്കിൽ റാഷണൽ ആവാനുള്ള ചാൻസും ഉണ്ട്, ഇറാഷണൽ ആവാനുള്ള ചാൻസും ഉണ്ട്. രണ്ട് ചാൻസിലുള്ള. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പറിൻ്റെ റൂട്ട് എങ്ങനെ ജോമെട്രിക്കലി ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുകയാണ്, എ >0 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ റൂട്ട് എ ഈസ് ഈക്വൽ ടു ബി എന്ന് ഞാൻ എഴുതിയാൽ ഇതിൻ്റെ മീനിങ് എന്താ? b² = a ആണെന്നാണ് അല്ലേ. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് മീൻസ് 3² = 9 ആണ്. റൂട്ട് ഓഫ് 4 = 2 ആണ്. ദാറ്റ് മീൻസ് 2² = 4 ആണ്. ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയിട്ട് അതുപോലെ ഡിവിഷൻ മെത്തേഡിലൂടെയൊക്കെ നമ്മൾ സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനറലായിട്ട് ഒരു x എന്ന നമ്പറാണ് എടുക്കുന്നത്, അത് പോസിറ്റീവാണ്. എന്തിനാ പോസിറ്റീവ് ആവണമെന്ന് പറയുന്നത്? ഇവിടെ ഞാൻ a പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ ബിയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. a പോസിറ്റീവായി എടുക്കാൻ കാരണം റൂട്ടിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് a എന്നുള്ളൊരു നമ്പർ വരില്ല. അതായത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഉള്ള ഒരു നമ്പർ വരാൻ പാടില്ല, അത് റിയൽ നമ്പർ അല്ല. ഓക്കെ, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. സോ ഈ കേസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിൽ എഴുതുന്ന നമ്പർ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നത്. സോ x> 0 ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് എങ്ങനെ ജോമെട്രിക്കലി ഫൈൻഡ് ചെയ്യും എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഇതിന് വേണ്ടി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്രാക്ടർ വേണം, അതുപോലെ ഒരു കോമ്പസ് വേണം, അതുപോലെ ഒരു സ്കെയിൽ വേണം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു റിയൽ നമ്പറിൻ്റെ റൂട്ട് ജോമെട്രിക്കലി ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ റൂട്ട് ഓഫ് 3.5 ആണ്. ഓക്കെ, 3.5ൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് 3.5 എന്ന ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, സോ 3.5 എന്ന ലെങ്ത്തിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. 3.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരും. ഓക്കെ, ഇത് ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി എന്ന് പറഞ്ഞാൽ ഞാൻ പേര് കൊടുത്തു ആ നമ്പേഴ്സിന്. ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്. ഇനി ഞാൻ ചെയ്യുന്നത് ബിയിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ, ഓക്കെ, 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഞാൻ നീട്ടി വരയ്ക്കുകയാണ്. എന്നിട്ട് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ നീട്ടി വരച്ച് ആ പോയിന്റിന് സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, സോ ഒരു AC എന്ന് പറഞ്ഞ ലൈനായി മാറിയല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ലെങ്ത്ത് മറക്കരുത്, ഈ ലെങ്ത്ത് 3.5 ആണ്, ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ AC-യുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം, പക്ഷെ എപ്പോഴും നല്ലത് ഒരു കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ലൈനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഞാൻ ഈ ഒരു മൂലയിൽ എ എന്നുള്ള പോയിന്റിൽ കുത്തിയിട്ട് താഴെയും മേലും ഒരേ റേഡിയസിൽ 2 ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ സി എന്ന പോയിന്റിൽ കുത്തിയിട്ട് ഈ ആർക്കിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ 2 ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ 2 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ AC-യുടെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. സോ ഞാൻ 2 പോയിന്റിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതാ, എനിക്ക് എൻ്റെ മിഡ് പോയിന്റ് കിട്ടി. കംപ്ലീറ്റ് ലൈൻ വരയ്ക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മിഡ് പോയിന്റ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഈ മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എയിൽ നിന്ന് ആ മിഡ് പോയിന്റിലേക്ക് നമുക്ക് അതിന് O എന്ന് പേര് കൊടുക്കാം. O എന്ന് പേര് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് AOയുടെ ഡിസ്റ്റൻസ് എത്രയെന്ന് നോക്കാം. എയുടെ ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ O സെൻറ്റർ ആക്കിക്കൊണ്ട് AO എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഞാനൊരു സെമി സർക്കിൾ വരയ്ക്കാൻ പോകും. ഉണ്ടല്ലോ, ഒരു സെമി സർക്കിൾ ഞാൻ വരച്ചു. എന്താ ചെയ്തത്? ആദ്യം ഞാനൊരു AB 3.5 ഏതാണോ X ലെങ്ത്തിൽ ആദ്യം ഒരു AB വരച്ചു. അതിന് 1 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് C എന്നുള്ളൊരു പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ AC-യുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ആ മിഡ് പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി ഒരു സെമി സർക്കിൾ അവിടെ വരച്ചു വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് B എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, B എന്ന പോയിന്റിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്നുകിൽ നമുക്ക് ബൈസെക്റ്റ് ചെയ്യുന്ന പോലെ വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 90 ഡിഗ്രി എടുത്താലും മതി.
90 ഡിഗ്രി ഏകദേശം ഇവിടെയാണ് വരുന്നത്. അതവിടെ ഞാൻ പോയിന്റ് ചെയ്തു. ഇനി പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുതൽ ഇവിടെ വരെ വരച്ച് വെക്കേണ്ട ആവശ്യമില്ല. ബി മുതൽ ഈ സർക്കിൾ വരെയുള്ള ഒരു പെർപെൻഡിക്കുലർ നമുക്ക് ആവശ്യമില്ല. സർക്കിളിന് പുറത്തേക്ക് പോകരുത്. ഓക്കെ, ഇനി ഈ വരച്ച പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഇത് എത്രയാണോ ഇതായിരിക്കും നമ്മുടെ √3.5 എന്ന് പറയുന്നത്. ഓക്കെ, √3.5 എന്ന് പറയുന്നത് ഈ ഒരു പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആയിരിക്കും. സോ നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, √3.5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ ആദ്യം AB നമ്മൾ 3.5 എന്നുള്ള ലെങ്ത്തിൽ വരച്ചു. ദെൻ ബിയിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ അകലെ നമ്മൾ എന്ത് ചെയ്തു, C എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, AC മിഡ് പോയിന്റ് O കണ്ടുപിടിച്ച് നമ്മൾ ജസ്റ്റ് ഒരു സെമി സർക്കിൾ വരച്ചു. പിന്നെ നമ്മൾ ചെയ്തത് ഈ ബിയിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ ഒരു പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആണ് √3.5 എന്ന് പറയുന്നത്. ഓക്കെ, സോ ജോമെട്രിക്കലി ഇങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ജനറലായിട്ട് √x ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം AB വരയ്ക്കണം. ABയുടെ ലെങ്ത്ത് x സെൻറ്റിമീറ്റർ ആണ് തരത്തിലാണ് ആദ്യം AB വരയ്ക്കുക. എന്നിട്ട് B എന്ന പോയിന്റിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ എന്ത് ചെയ്യുക, C എന്ന പോയിന്റും കൂടി അടയാളപ്പെടുത്തുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് AC-ക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. AC-യുടെ മിഡ് പോയിന്റ് നമ്മൾ ഇതുപോലെ ആർക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലേ, ഈക്വലായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ O എന്ന് പേര് കൊടുത്തു. എന്നിട്ട് O സെൻറ്റർ ആക്കിക്കൊണ്ട് AO റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെമി സർക്കിൾ വരച്ചു. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് ഈ Bയിൽ നിന്ന് ഈ സർക്കിളിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, സോ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് √x ലെങ്ത്തിലായിരിക്കും എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ ശരിയാകും എന്നുള്ള കാര്യം നമുക്ക് പൈതഗോറസ് തിയറി ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം. സോ നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ AB x സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത് √x ആകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പൈതഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈതഗോറസ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണം അല്ലേ. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. സോ ഞാൻ ഈ പോയിന്റിന് D എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഈ Oയും Dയും കൂടി ജോയിൻ ചെയ്തു. ഇനി നോക്കിയേ, ഈ ട്രയാങ്കിൾ OBD എന്ന് പറയുന്നത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നമുക്കിവിടെ പൈതഗോറസ് തിയറി അപ്ലൈ ചെയ്യാം. BD എന്ന് പറയുന്നത് √x ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ OBയും ODയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറി അപ്ലൈ ചെയ്തിട്ട് BDയുടെ ലെങ്ത്ത് എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ആ മെത്തേഡിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം, OBയും ODയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പൈതഗോറസ് തിയറി അപ്ലൈ ചെയ്തിട്ട് BDയുടെ ലെങ്ത്ത് √x ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ODയുടെ ലെങ്ത്ത് എന്താണ്, AO അതുപോലെ OC OD എന്നൊക്കെ പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് ആണ് അല്ലേ, റേഡിയസ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എന്താ വരിക, Bയുടെ ലെങ്ത്ത് x ആണ്, Bയിൽ നിന്ന് Cയിലോട്ടുള്ള ലെങ്ത്ത് 1 ആണ്. സോ Aയിൽ നിന്ന് Cയിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, AC = AB + BC ആണ് അല്ലേ. AB എന്ന് പറയുന്നത് x ആണ്, BC എന്ന് പറയുന്നത് 1 ആണ്. സോ x + 1 ആണ് നമ്മുടെ AC-യുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. സോ AC-യുടെ ഹാഫ് ആയിരിക്കും. ഈ AC എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണല്ലേ. സോ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് OA = OC = OD = x + 1/2. റീസൺ എന്താ, അതൊക്കെ റേഡിയസ് ആണ്. സോ അതുകൊണ്ട് എല്ലാം ഈക്വൽ ആയിരിക്കും. AC-യുടെ ലെങ്ത്ത് x + 1 നമുക്കറിയാം. സോ അതിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ് വരുന്നത്. അപ്പോൾ OD എന്താണെന്നുള്ളത് കിട്ടി അല്ലേ, OD കിട്ടി. ഇനി നമുക്ക് OB കൂടി കാണണം. OB എങ്ങനെ കാണണം, AB x ആണ് നമുക്കറിയാം. OA റേഡിയസ് ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് x + 1/2 ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ OB കണ്ടുപിടിക്കാമല്ലോ. അതായത് OB = AB - OA which is equal to ABയുടെ ലെങ്ത്ത് x ആണ്, OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സോ x + 1/2 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം.
ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 2x മൈനസ് എക്സ് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x മൈനസ് എക്സ് മൈനസ് ഇൻറ്റു പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 2x മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, -1 ബൈ 2 എന്ന് കിട്ടും. അതായത് ഒ ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ബൈ 2, ഒ ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ബൈ 2 ആണ് കിട്ടി, എക്സ് മൈനസ് 1 ബൈ 2. അതുപോലെ ഒ ഡി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എക്സ് പ്ലസ് 1 ബൈ 2 ആണ് കിട്ടി. ഇനി ഇത് ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത് കിട്ടി, ബേസിൻ്റെ ലെങ്ത് കിട്ടി അല്ലേ. ഇനി ബി ഡി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഫിഗറിൽ നിന്ന് ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഒ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ബൈ 2 ആണ്. സോ ഒ ഡി സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 1 ബൈ 2 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം വരിക. മൈനസ് ഒ ബി നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് മൈനസ് 1 ബൈ 2 ആണ്. സോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഫോമിലേക്ക് ആക്കാം. എന്ത് വരും? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. സോ നമുക്ക് ഇതൊരു ടേം ആക്കി എഴുതാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 4 ആക്കി എഴുതാം. ഇനി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് വരും. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളത് മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 വരും ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് -1 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, 0 ആയിട്ട്. 2x പ്ലസ് 2x എന്ന് പറയുന്നത് 4x ആണ്, പ്ലസ് 1 -1 അതും 0 ആയിട്ട്. സോ 4x ബൈ 4 ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ബി ഡി സ്ക്വയർ എന്നാണ് എക്സ് വരുന്നത് അല്ലേ. അതായത് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത്. വിച്ച് ഇംപ്ലൈസ് ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത് അല്ലേ. ആ ബി ഡി എന്ന് പറയുന്ന ആ ലെങ്ത് റൂട്ട് എക്സ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ നമ്മൾ ജനറലി ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. സോ ഏത് വാല്യൂ ആയിക്കോട്ടെ, ഏത് റിയൽ നമ്പർ എക്സ് തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ജോമെട്രിക്കലി കാണിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ റൂട്ട് എക്സ് ഒരു നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇതാ ഈ ലൈൻ ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നോർമലി ആദ്യം നമ്മൾ പഠിച്ച അതേ മെത്തേഡിൽ ഈ ബി സി എത്രയാണോ ആ ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, സോ ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതായി പറയാൻ പോകുന്നത് nth റൂട്ട് ഓഫ് എ നമ്പറാണ്. ഇത് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ. എങ്കിൽ പോലും ഇത് ഹയർ ക്ലാസ്സിൽ ആവശ്യമുള്ളതായതുകൊണ്ട് നമുക്ക് ഡെഫിനിഷൻ ഒന്ന് പറയാം. ഓക്കെ, എന്താണ് ഒരു നമ്പറിൻ്റെ nth റൂട്ട് എന്ന് പറയുന്നത്? ഞാൻ നമ്പർ എ ആക്കി എടുത്തു. എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറാണ്. സോ എ ഗ്രേറ്റർ ദാൻ 0 ആക്കി എടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. പക്ഷേ ഈ n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. ഓക്കെ, n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അങ്ങനെയെങ്കിൽ എയുടെ nth റൂട്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. nth റൂട്ട് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയണമെങ്കിൽ ഇഫ് ബി റേസ് ടു n ഈക്വൽ ടു എ ആയിരിക്കും. ബി റേസ് ടു n ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് എയുടെ nth റൂട്ടാണ് ബി എന്ന് പറയാം. ഓക്കെ, സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതുപോലെ ക്യൂബോ റേസ് ടു 4 റേസ് ടു 5 ഏത് n എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെയുള്ള നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. സോ 8ൻ്റെ ക്യൂബിക് റൂട്ടാണ് 2 എന്ന് പറയുന്നത്. 2ൻ്റെ സ്ക്വയറാണ് 4 നമുക്കറിയാം. സോ 4ൻ്റെ സ്ക്വയർ റൂട്ടാണ്, അത് നമ്മൾ 2 എന്നിവിടെ റൂട്ട് 4 ഈക്വൽ ടു 2 ആണ്.
ഓക്കെ, സോ ഇതുപോലെ ഏത് n എടുത്തു കഴിഞ്ഞാലും b⁴n a ആണെങ്കിൽ നമുക്ക് b എയുടെ nth റൂട്ട് എന്ന് പറയാം. മാത്തമാറ്റിക്കലി അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ റൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനൊരു സൈനാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. ഈ സൈനിന് ഒരു പേര് പറയാറുണ്ട്, റാഡിക്കൽ സൈൻ. പക്ഷെ നമ്മളത് യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്താണ് പറയാറുള്ളത്, റൂട്ട് ഓഫ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. പക്ഷേ ഈ സൈനിൻ്റെ ആക്ച്വലി നെയിം എന്ന് പറയുന്നത് റാഡിക്കൽ സൈൻ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സ്ക്വയർ റൂട്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ച് ഐഡൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അതിനുശേഷം ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. ഫസ്റ്റ് ഐഡൻറ്റിറ്റി 1. root of AB is equal to root A into root B. Okay. Next second identity എന്ന് പറയുന്നത് root of A by B is equal to root A by root B. ഇനി അടുത്ത തേർഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ തേർഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് root A plus root B into root A minus root B is equal to A minus B ആണ്. ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഞാൻ LHS തുടങ്ങുകയാണ്. അതായത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി. ഇതെവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഫോമിൽ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ആദ്യം ഞാൻ അത് എഴുതാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഐഡൻറ്റിറ്റി വരുന്നത്? ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് ഐഡൻറ്റിറ്റി വരുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി ഇസ് ഈക്വൽ ടു എയുടെ പ്ലേസിൽ റൂട്ട് എ ആണ് അല്ലേ. സോ റൂട്ട് എ സ്ക്വയർ മൈനസ് ബിക്ക് പകരം റൂട്ട് ബി ആണ്. സോ റൂട്ട് ബി സ്ക്വയർ എന്ന് വരും. റൂട്ട് എയുടെ സ്ക്വയർ ചെയ്യാൻ നമുക്കറിയാം, റൂട്ട് ബിയുടെ സ്ക്വയർ ബി ആണ് നമുക്കറിയാം. ഈ മൈനസ് അതുപോലെ ഇട്ട് വെച്ചു. എന്ത് കിട്ടി? എ മൈനസ് ബി എന്ന് കിട്ടി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. അതായത് ഈ പ്രോപ്പർട്ടി ഓർത്ത് വയ്ക്കുക, റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് റൂട്ട് എ മൈനസ് റൂട്ട് ബി അല്ല, എ മൈനസ് ബി ആണ്. നാലാമത്തെ ഐഡൻറ്റിറ്റി റൂട്ട് എ ആണ് നമ്മൾ ഇവിടെ എടുത്തത്. അതിന് പകരം ഞാൻ എ എടുക്കുകയാണ്. എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി എന്നെടുത്തു. അതെന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി എന്ന് വരും. ഓക്കെ, എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി. ഇതും കൂടി നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി തന്നെ ഉപയോഗിച്ചാൽ മതി. അതായത് നമുക്ക് തന്നിട്ടുള്ളത് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി ആണ്. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടിയോട് അപ്ലൈ ചെയ്യുമ്പോൾ എയുടെ പ്ലേസിൽ എ തന്നെയാണ് കിടക്കുന്നത്. സോ എ സ്ക്വയർ എന്ന് വരും. ബിയുടെ പ്ലേസിൽ കിടക്കുന്നത് റൂട്ട് ബി ആണ്. സോ റൂട്ട് ബി സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ അതുപോലെ എഴുതി വെച്ചു, മൈനസ് റൂട്ട് ബിയുടെ സ്ക്വയർ ബി ആണ്. സോ എ സ്ക്വയർ മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ നാലാമത്തെ പ്രോപ്പർട്ടി ഓക്കെ ആയി. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം വരുന്നത് റൂട്ട് എ സി പ്ലസ് സെക്കൻഡ് ടേം വരുന്നത് റൂട്ട് എ ഡി പ്ലസ് നെക്സ്റ്റ് ടേം റൂട്ട് ബി സി. ആ ഓർഡറിൽ തന്നെ അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കിട്ടും റൂട്ട് ബി ഡി. ഓക്കെ, അതായത് റൂട്ട് എ സി പ്ലസ് റൂട്ട് എ ഡി പ്ലസ് റൂട്ട് ബി സി പ്ലസ് റൂട്ട് ബി ഡി. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി വരുന്നത് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഐഡൻറ്റിറ്റി, ലാസ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് 2 റൂട്ട് എ ബി പ്ലസ് ബി എന്ന്. ഇതും നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. എക്ക് പകരം റൂട്ട് എ ആണ്, ബിക്ക് പകരം റൂട്ട് ബി ആണ്. സോ എ സ്ക്വയറിന് പകരം റൂട്ട് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി പ്ലസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ തന്നെയാണ്. 2 റൂട്ട് എ ബി പ്ലസ് റൂട്ട് ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ്. പ്രൂവ് ചെയ്തു. സോ ഈ ഒരു 6 പ്രോപ്പർട്ടീസാണ് നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ കേസിൽ പറയാനുള്ളത്. 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ അത്തരത്തിലുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.
സോ ഫസ്റ്റ് പ്രോബ്ലം സിംപ്ലിഫൈ √3 + √7 ഹോൾ സ്ക്വയർ ആണ്. ഏതാണ്ട് ഡേറ്റ് ഉപയോഗിക്കേണ്ട √a+√b ഹോൾ സ്ക്വയർ a+2√ab + b. ഈ ഐഡൻറ്റിറ്റി നീട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടുള്ളൂ. √3 + √7 ഹോൾ സ്ക്വയർ a ആണല്ലേ, ഇവിടെ റൂട്ട് a ആണ്. സോ √3 അല്ല എഴുതേണ്ടത്, 3 എഴുതേണ്ടത്. +2√3 × 7 പ്ലസ് b ആണ്, ഇവിടെ √b ആണുള്ളത്. സോ bൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 7 ആണ്. ഓക്കെ, സോ 3 + 7 എന്ന് പറയുന്നത് 10 ആണ്. 10 + 2√3 × 7 21. ഇതാണ് ഈ എക്സ്പ്രഷൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് എഴുതി വെച്ച് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തു. എയും ബി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കാൽക്കുലേഷൻസ് ചെയ്തപ്പോൾ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്തു. അടുത്ത പ്രോബ്ലം സിംപ്ലിഫൈ 5 + √7 × 2 + √5. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 5 + √7 × 2 + √5 ആണല്ലേ. സോ ആദ്യം എന്ത് ചെയ്യണം, 5 × 2 എന്ത് വരും, 10 പ്ലസ് 5 × √5 5 √5 പ്ലസ് പിന്നെ എന്ത് വരും, √7 × 2 അവിടെ 2√7 പ്ലസ് √7 × √5 എന്ന് പറയുന്നത് √35. ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ ഒന്നുമില്ല. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. ഇനി അടുത്തൊരു പ്രോബ്ലം സിംപ്ലിഫൈ 5 + √5 × 5 - √5. ഓക്കെ, ഇതിപ്പോൾ ഏത് ഫോമില, a + b × a + √b × a - √b. ഈ ഐഡൻറ്റിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് വരിക, a² - b എന്നല്ലേ. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 5 + √5 × 5 - √5 എയുടെ സ്ഥാനത്ത് 5 തന്നെയാണ്. സോ 5² - √b 5 ആണ്. സോ b എന്ന് പറയുന്നത് 5. 5² - 5 എന്ന് വരും. 5² എന്ന് പറയുന്നത് 25 ആണ്. 25 - 5 20. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 20. ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. √11 - √7 × √11 + √7. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. √a + b × √b. ഈ ഫോമുല അല്ലേ, √a + √b × √a - √b എന്നുള്ള ഫോമുല വിച്ച് ഇസ് ഈക്വൽ ടു a - b ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ √11 + √7 × √11 - √7 = 11 - 7 വിച്ച് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, സോ ഇങ്ങനെയാണ് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. സോ ഇവിടെ സിംപ്ലിഫൈ എന്ന് കേൾക്കുമ്പോൾ ഇതിവിടെയൊക്കെ ഓരോ നമ്പേഴ്സ് നമുക്ക് വന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതിനേക്കാളും വലിയൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്. സോ ഇവിടെ സിംപ്ലിഫൈ എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടെ തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനെ റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും സം എന്ന രൂപത്തിൽ എഴുതുക എന്നതാണ് കേട്ടോ ഇവിടുത്തെ സിംപ്ലിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഭാഗത്തു നിന്ന് വരുന്ന മറ്റു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ഓഫ് 1/√2. 1/√2 നമുക്കറിയാം ഒരു ഇറാഷണൽ നമ്പറാണ്. സോ ഇതിന് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഈ √2 ഇവിടുന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. സോ എങ്ങനെ ഇതിൻ്റെ √2 അല്ലെങ്കിൽ റൂട്ട് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. 1/√2നെ ഞാൻ 1/√2 എന്ന് എഴുതി ഈ √2 വെച്ചിട്ട് ഡിനോമിനേറ്ററിനെയും അതേസമയം ന്യൂമറേറ്ററിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വാല്യൂയിൽ വ്യത്യാസമൊന്നും വരില്ലല്ലോ. സെയിം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും അതേസമയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിന് വ്യത്യാസമൊന്നും വരില്ല. സോ ഡിനോമിനേറ്റർ ഇവിടെ എന്തായി മാറി, √2 × √2 ആണല്ലേ. സോ 2 ആയി മാറി. ന്യൂമറേറ്റർ √2 ആയി മാറി. സോ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഡിനോമിനേറ്റർ ഒരു ഇറാഷണൽ നമ്പർ ആയിരുന്നു, റൂട്ട് വന്നിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായി, ആ റൂട്ട് ഒഴിവായി, ഒരു റാഷണൽ നമ്പർ വന്നു ഡിനോമിനേറ്റർ. സോ നമ്മളോട് പറഞ്ഞത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്നാണ്. സോ നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്ത് ഒരു റാഷണൽ നമ്പറാക്കി മാറ്റി. എന്ത് ചെയ്താൽ മതി, ആ റാഷണൽ നമ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ എന്താണോ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ.
അപ്പോൾ എന്തായി മാറി, ആ റൂട്ട് അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഇവിടെ റൂട്ട് 2ന് പകരം വേറെ ഏത് നമ്പർ തന്നാലും, ഇപ്പോൾ റൂട്ട് 7, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 11 ഏത് നമ്പർ തന്നു കഴിഞ്ഞാലും സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. ഇതിൻ്റെയും ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാണ് വേണ്ടത്. നമ്പർ ഇതാണ് 1/2 പ്ലസ് റൂട്ട് 3. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൂട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് 2 പ്ലസ് റൂട്ട് 3 വെച്ചിട്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിന് പകരം 1/2 പ്ലസ് റൂട്ട് 3 ഇസ് ഈക്വൽ ടു, ഇവിടെ ഏതാണോ സൈൻ ഉള്ളത് ആ സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3. ഓക്കെ, സോ 2 പ്ലസ് റൂട്ട് 3 ആണ് ഇവിടെ ഉള്ളത്. 2 മൈനസ് റൂട്ട് 3 വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ ഇത് ഒരു ഐഡൻറ്റിറ്റി ഫോമിലാണ് അല്ലേ. എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി എന്ന ഫോമിലാണ്. ഇത് എ സ്ക്വയർ മൈനസ് ബി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ അത് ജസ്റ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ എന്ത് തന്നെയാണ്, 2 മൈനസ് റൂട്ട് 3 തന്നെയാണ്. ഡിനോമിനേറ്റർ എ സ്ക്വയർ ആയി മാറി. എ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. സോ 2 സ്ക്വയർ മൈനസ് 3 implies 2 minus root 3 divided by 4 minus 3 which is equal to 2 minus root 3 divided by 1 എന്ന് വരും അല്ലേ. സോ 2 മൈനസ് റൂട്ട് 3 ആണ് ഇതിൻ്റെ റാഷണലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ വന്നത്, 1 എന്നുള്ള റാഷണൽ നമ്പറാണ് വന്നത്. അവിടുത്തെ ഈ റൂട്ട് അല്ലേ, അവിടുത്തെ ഒരു ഇറാഷണൽ നമ്പർ എന്നുള്ള ഫോം നമ്മൾ മാറ്റി ഡിനോമിനേറ്ററിനെ ഒരു റാഷണൽ നമ്പറാക്കി മാറ്റി. അടുത്ത പ്രോബ്ലം 5/√3 മൈനസ് റൂട്ട് 5 ആണ്. ഓക്കെ, സോ ഇതിനെ എങ്ങനെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ നോക്കാം. 5/√3 മൈനസ് റൂട്ട് 5 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേംസ് താഴെ വരികയാണെങ്കിൽ ഇവിടുത്തെ സൈൻ ഏതാണോ അതിന് ഓപ്പോസിറ്റ് സൈൻ ഇട്ടിട്ട് 2 ഭാഗത്തും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റൂട്ട് 3 പ്ലസ് റൂട്ട് 5 എന്നുള്ള നമ്പർ വെച്ചിട്ടാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. റൂട്ട് 3 മൈനസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 5. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ നോക്കിയേ, ഏതാ പ്രോപ്പർട്ടി വന്നത്, ഐഡൻറ്റിറ്റി ഏതാ, റൂട്ട് എ മൈനസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ പ്ലസ് റൂട്ട് ബി എന്നുള്ള ഫോമിൽ വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെന്തായി മാറി, വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 5 ഹോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ് 5 എന്ന് ഡിനോമിനേറ്റർ വന്നു. റൂട്ട് പോയി. ഇനി ജസ്റ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 5 ഇൻറ്റു റൂട്ട് 3 5 റൂട്ട് 3 പ്ലസ് 5 ഇൻറ്റു റൂട്ട് 5 5 റൂട്ട് 5 ഡിവൈഡഡ് ബൈ 3 മൈനസ് 5 എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, സോ വേണമെങ്കിൽ ഇതിന്നൊരു 5/2 പുറത്തേക്ക് എടുക്കാം. മൈനസ് മേലേക്ക് കൊണ്ടുവന്നു. ഈ 2 ടേമിൽ 5 കോമൺ ആയതുകൊണ്ട് ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുക്കാം. /2 എഴുതി. പിന്നെ ബ്രാക്കറ്റിൽ എന്തേ ബാക്കി വരുള്ളൂ, റൂട്ട് 3 പ്ലസ് റൂട്ട് 5 മാത്രമേ ബാക്കി വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്റർ എന്തായി മാറി, ഒരു റാഷണൽ നമ്പർ 2 എന്നുള്ള റാഷണൽ നമ്പറായി മാറി. നമ്മളിതിനെ റാഷണലൈസ് ചെയ്തു. ഇനി ഇതുപോലുള്ളൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്, 1/7 പ്ലസ് 3√2 ആണ്. ഓക്കെ, ഇതിനെ എങ്ങനെ റാഷണലൈസ് ചെയ്യാം, ഡിനോമിനേറ്ററിനെ എങ്ങനെ റാഷണലൈസ് ചെയ്യാൻ നോക്കാം. അതായത് 7 പ്ലസ് 3√2 ആയതുകൊണ്ട് സൈൻ ഓപ്പോസിറ്റ് ആക്കിയിട്ട് 7 മൈനസ് 3√2 എന്നുള്ള നമ്പർ കൊണ്ടാണ് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. താഴെ എന്ത് ചെയ്യണം, ഐഡൻറ്റിറ്റി നമ്മൾ ഈ ഇങ്ങനെ ഒരു 3√2 ആണ്. സോ ഈ ഫോമിൽ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. സോ ആ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 7 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ 3√2ൻ്റെ സ്ക്വയർ ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു 7 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ 7 സ്ക്വയർ 49 ആണ്. 3 സ്ക്വയർ 9 ഇൻറ്റു 2 സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ ആണ്. സോ അത് 2 തന്നെ വരും. വിച്ച് ഇംപ്ലൈസ് 7 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ 49 മൈനസ് 18 വരും. വിച്ച് ഇസ് ഈക്വൽ ടു 7 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ 31. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. സോ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം,
To rationalize the denominator 1 by root a plus root b, we multiply this by root a minus root b or divided by root a minus root b, where a and b are integers. ഇനി 1 by റൂട്ട് എ പ്ലസ് ബി എന്നുള്ള ഫോമിലാണെങ്കിലോ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? റൂട്ട് എ മൈനസ് ബി ബൈ റൂട്ട് എ മൈനസ് ബി. ഇതുപോലെ തന്നെ 1 by എ പ്ലസ് റൂട്ട് ബി ആണെങ്കിലോ ഇതിനെയും എ മൈനസ് റൂട്ട് ബി ബൈ എ മൈനസ് റൂട്ട് ബി. ഓക്കെ, സോ ഏത് തരത്തിലായിക്കോട്ടെ റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൈനിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് സെയിം റൂട്ട് എ റൂട്ട് ബി സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ആൻസറിലേക്ക് എത്തും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതുപോലെ റാഷണൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറച്ച് റിയൽ നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടിയാണ്. ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, സോ എ എന്ന് പറഞ്ഞ നമ്പർ എടുത്ത് ഞാൻ എൻ എന്ന പവർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിന് പറയുന്ന പേര് എന്താണ്? എക്സ്പോണൻറ്റ് എന്നാണ്. എക്ക് പറയുന്ന പേര് ബേസ് എന്നാണ്. സോ ബേസ് റേസ് ടു എക്സ്പോണൻറ്റ് എന്നുള്ള ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. എയ്ത്ത് സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുള്ള ലോസ് തന്നെയാണ്. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഓക്കെ, പിന്നെ ഒരു പ്രോപ്പർട്ടി പറയുന്നത് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. പിന്നെ അതുപോലെ നമ്മൾ അവിടെ തന്നെ പഠിച്ചിരുന്ന വേറെ പ്രോപ്പർട്ടിയാണ് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ ആയിരിക്കും. അതുപോലെ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എ ബി ഹോൾ റേസ് ടു എം. അന്ന് കുറേ പ്രോപ്പർട്ടി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 4 പ്രോപ്പർട്ടീസ് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അവിടെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു എ റേസ് ടു 0 അല്ലെ. ഏത് നമ്പറിൻ്റെ എക്സ്പോണൻറ്റ് 0 ആയി വന്നാലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എ റേസ് ടു മൈനസ് എൻ എന്നുള്ള ഫോമുള്ള നമ്പറിനെ നമുക്ക് 1 ബൈ എ റേസ് ടു എൻ എന്നുള്ള ഫോമിലേക്ക് മാറ്റാന്നുള്ളത് അല്ലേ. ഇതിൻ്റെ കൂടെ തന്നെയുള്ള 2 പ്രോപ്പർട്ടീസ് ആയിരുന്നു ഇത് രണ്ടും. എ റേസ് ടു 0 ഈക്വൽ ടു 1 എന്നുള്ളതും എ റേസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എൻ എന്നുള്ളതും. നമ്മൾ എ എന്ന നമ്പറിൻ്റെ nth റൂട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. nth റൂട്ട് ബി ആവണമെങ്കിൽ ബി റേസ് ടു എൻ ഈക്വൽ ടു എ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ nth റൂട്ട് എന്നുള്ളതിനെ നമുക്ക് nth റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു എ റേസ് ടു 1 ബൈ എൻ എന്നുള്ള ഫോമിലാക്കി എഴുതാം. അതായത് ഒരു എക്സ്പോണൻറ്റ് എന്ന രീതിയിൽ നമുക്ക് എഴുതാം. സോ റൂട്ട് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 ബൈ 2 ആയിരിക്കും. ക്യൂബിക് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 ബൈ 3 ആയിരിക്കും. ഈ രീതിയിൽ nth റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു 1 ബൈ എൻ എന്നുള്ള ഫോമിലാക്കി നമുക്ക് എഴുതാം. ഇനി ഞാൻ എ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ് എടുത്തു. എം എൻ എന്ന് പറയുന്നത് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത 2 ഇൻറ്റിജേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എം ബൈ എൻ ഈക്വൽ ടു nth റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എമ്മിൻ്റെ nth റൂട്ട്. ഓക്കെ, ഇതെങ്ങനെ ശരിയാവുക? എ റേസ് ടു എം ബൈ എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു 1 ബൈ എൻ ഹോൾ റേസ് ടു എം എന്ന് എഴുതാം അല്ലേ. ഇതിനെ nth റൂട്ട് ഓഫ് എ എന്നാക്കി എഴുതാമല്ലോ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹോൾ റേസ് ടു എം. ഓക്കെ, സോ ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാം. എ റേസ് ടു എം ഹോൾ റേസ് ടു 1 ബൈ എൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ. എ റേസ് ടു എം ഹോൾ റേസ് ടു 1 ബൈ എൻ. ഈ 1 ബൈ എൻ എനിക്ക് എങ്ങനെ വെക്കാം? nth റൂട്ട് ഓഫ് എ റേസ് ടു എം എന്നുള്ള ഫോമിലും പറയാം. സോ ഈ ഫോമിലും എഴുതാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. എ റേസ് ടു എം ബൈ എന്നിനെ ഈ രീതിയിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി ഞാൻ എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ എടുക്കുകയാണ്. എ ഗ്രേറ്റർ ദാൻ 0 ആണ്. പി എന്ന് പറയുന്നതും അതുപോലെ ക്യൂ എന്ന് പറയുന്നതും റാഷണൽ നമ്പേഴ്സാണ്. ഇൻറ്റിജേഴ്സ് അല്ല, റാഷണൽ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4 പ്രോപ്പർട്ടി കൂടി പറയാനുണ്ട്. പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ റേസ് ടു പി പ്ലസ് ക്യൂ. ഓക്കെ, ഇത് നാച്ചുറൽ നമ്പർ ആവുന്ന കേസിലാണെങ്കിലും റാഷണൽ നമ്പേഴ്സ് ആവുന്ന കേസിലാണെങ്കിലും ഈ പ്രോപ്പർട്ടി ട്രൂ ആണ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് എ റേസ് ടു പി ഹോൾ റേസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ റേസ് ടു പി ക്യൂ. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് എ റേസ് ടു പി ഡിവൈഡഡ് ബൈ എ റേസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ റേസ് ടു പി മൈനസ് ക്യൂ. ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എ റേസ് ടു പി
ഇൻറ്റു ബി റേസ് ടു പി ഇസ് ഈക്വൽ ടു എ ബി ഹോൾ റേസ് ടു പി. ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഇതേ റൂൾസ് പറഞ്ഞതാണ്. സോ അതൊക്കെ എന്താണ്, റാഷണൽ നമ്പേഴ്സ് പിയും ക്യൂവും റാഷണൽ നമ്പേഴ്സ് ആവുന്ന കേസിലും ഈ പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു 4 പ്രോബ്ലംസ് കൂടി ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം 2^2/3 ഇൻറ്റു 2^1/3 ആണ്. ഓക്കെ, ഇതിന് സിംപ്ലിഫൈ ചെയ്യാണ് വേണ്ടത്. നമ്മളെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ട്, a⁻m പി ആക്കി എടുക്കാം. പിയും ക്യൂ റാഷണൽ ആയത് അല്ലേ. അതുപോലെ ഇൻറ്റു a⁻q ഇസ് ഈക്വൽ ടു a⁻pq ആണെന്ന് നമുക്കറിയാം. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2^2/3 ഇൻറ്റു 2^1/3 ഇസ് ഈക്വൽ ടു 2^2/3 പ്ലസ് 1/3. 2/3 പ്ലസ് 1/3 എന്ത് വരും, ഡിനോമിനേറ്റർ സെയിം ആണല്ലേ. സോ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്തിട്ട് ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്ററിന് അതുപോലെ എഴുതി വെച്ചാൽ മതി. സോ 2^1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 3^1/5 ഹോൾ റേസ് ടു 4. ഇതെങ്ങനെ വരും നോക്കാം. a⁻p ഹോൾ റേസ് ടു q എന്നത് a⁻pq ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഈ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 3^1/5 ഹോൾ റേസ് ടു 4 ഇസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 3^4/5. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിച്ചു. ഓക്കെ, ഇനി സോ അടുത്ത പ്രോബ്ലം 7^1/5 ഡിവൈഡഡ് ബൈ 7^1/3 ആണ്. നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ട് a⁻p ഡിവൈഡഡ് ബൈ a⁻q ഇസ് ഈക്വൽ ടു a⁻p മൈനസ് q. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 7^1/5 ഡിവൈഡഡ് ബൈ 7^1/3 ഇസ് ഈക്വൽ ടു 7^1/5 മൈനസ് 1/3 എന്ന് വരും. ഓക്കെ, 7 ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 3 മൈനസ് 5/5 ഇൻറ്റു 3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 7^3 മൈനസ് 5 എന്ന് പറയുമ്പോൾ -2 വരും ബൈ 15. ഓക്കെ, നമ്മൾ വേറെ പ്രോപ്പർട്ടി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. a⁻n എന്ന് പറയുന്നത് എന്താണ്, 1/a⁻n ആണ് അല്ലേ. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1/7^2/15 എന്ന് വരും. ഇങ്ങനെ എഴുതണമെന്നില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും മതി. ഇനി ലാസ്റ്റ് പ്രോബ്ലം 13^1/5 ഇൻറ്റു 17^1/5. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, a⁻p ഇൻറ്റു b⁻p ഇസ് ഈക്വൽ ടു ab ഹോൾ റേസ് ടു p ആണല്ലേ. സോ ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 13^1/5 ഇൻറ്റു 17^1/5 ഇസ് ഈക്വൽ ടു 13 ഇൻറ്റു 17 ഹോൾ റേസ് ടു 1/5 എന്ന് വരും. ഓക്കെ, സോ 13 ഇൻറ്റു 17 എന്ന് പറയുമ്പോൾ എന്താണ്, 221 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, റേസ് ടു 1/5 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരും. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, 2 റാഷണൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ തന്നെയായിരിക്കും വരിക. ഇനി അതുപോലെ ഒരു റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ കൂടിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് ഒരു ഇറാഷണൽ നമ്പറാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ 0 അല്ലാത്തൊരു റാഷണൽ നമ്പറിൻ്റെ ഡിവിഷൻ കോഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് എടുത്താലൊക്കെ എന്ത് തന്നെയാണ്, ഇറാഷണൽ നമ്പർ തന്നെയാണ് വരിക. പക്ഷേ ഇറാഷണൽ നമ്പേഴ്സ് 2 ഇറാഷണൽ നമ്പേഴ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇറാഷണൽ നമ്പറും വരാം, അതുപോലെ റാഷണൽ നമ്പർ വരാനുള്ള ചാൻസും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം √x കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലാതെ എങ്ങനെ ജോമെട്രിക്കലി നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം ഇതൊക്കെ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ എങ്ങനെ √x കിട്ടി എന്നുള്ള കാര്യം നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലേ, റൂട്ടുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്റ്റ്, ഡിവിഷൻ, പിന്നെ അതുപോലെ a+b × a - b എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് ചിലതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഈ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നും എടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. ഈ ഐഡൻറ്റിറ്റീസ് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 1-2 സ്റ്റെപ്പിനുള്ളിൽ തന്നെ നമുക്ക് ഫൈനൽ ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു ഒരു ഇറാഷണൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്ററിനെ എങ്ങനെ റാഷണലൈസ് ചെയ്യാം എന്നുള്ളത്. സോ അത് ജനറലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്. ഇത് ഓൾറെഡി നമ്മൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ച കുറച്ച് ലോസ് പറഞ്ഞു. ഇവിടെ എൻ എം ഒക്കെ പറയുന്നതൊക്കെ ഇൻറ്റിജേഴ്സാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ എ ഒരു റിയൽ നമ്പറും പി ക്യു എന്ന് പറയുന്നത് റാഷണൽ നമ്പറും ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു. അത് വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചെയ്തു. സോ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സസൈസിലൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.